ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉപ്പുമുളകും ലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ഫാമിലിയിൽ നടന്ന ഇഷ്യൂവിനെ കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് യൂട്യൂബേഴ്സ് ഒക്കെ അതിന് മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഫാമിലിയെ സപ്പോർട്ട് ചെയ്ത പലരെയും എയറിൽ കയറ്റിയിരിക്കുകയാണ്. എനിക്കതിൻ്റെ കാര്യം ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. കാരണം ആ ഫാമിലിയെ തേജോവധം ചെയ്യുക അല്ലെങ്കിൽ ചെളി വാരി തേക്കുക ഈ രീതിയിലൊരു വീഡിയോ ഇടുകയാണെങ്കിൽ ഭയങ്കര സപ്പോർട്ടായിരിക്കും. പക്ഷെ അവരെ ആര് ചേർത്ത് നിർത്തുന്നോ അവരെ എയറിൽ കയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് മലയാളം സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നടക്കുന്നത്. കാര്യങ്ങളുടെ യാഥാർത്ഥ്യം ഒന്നും മനസ്സിലാക്കാതെ, സത്യം പറഞ്ഞാൽ എനിക്ക് നിജസ്ഥിതി മനസ്സിലാവുന്നില്ല എങ്കിൽ പോലും ആ അച്ഛനും അമ്മയും ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അവരുടെ കാര്യം ഭയങ്കര നിസ്സഹായമാണ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അവർക്ക് മൂവ് ഓൺ ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമേ അവരുടെ മുന്നിലുള്ളൂ. അതായത് ഈ ഒരു സംഭവത്തെക്കുറിച്ച് ഓർത്ത് ഡിപ്രഷനിലേക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും ചിന്തിക്കാതെ മൂവ് ഓൺ ചെയ്യുക. അവർക്ക് ബാക്കി 2 കുഞ്ഞുങ്ങളുണ്ട്. മൂത്ത മകൾ അവരുടെ ഒപ്പമുണ്ട്, ഭർത്താവും അവരുടെ കുഞ്ഞും ഒക്കെയുണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടി അവർ മുന്നോട്ട് ജീവിക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഇൻ ഫ്യൂച്ചറിൽ എന്തൊക്കെയാണോ ഫേസ് ചെയ്യാൻ പോകുന്നത്, അതായത് ഇപ്പൊ നടന്ന ആ ഒരു വിവാഹം, അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ എന്തൊക്കെയാണ് ഫേസ് ചെയ്യാൻ പോകുന്നത്, ആ സന്ദർഭങ്ങളിൽ ഇവർ പോസിറ്റീവായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കട്ടെ എന്നുള്ളൊരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോഴും നമ്മൾ പറഞ്ഞു വരുന്ന ആ സബ്ജക്റ്റിൽ ഞാൻ വിട്ടുപോകുന്നില്ല. ഈ ഫാമിലിയെ ചേർത്ത് വീഡിയോ ഇട്ട 1-2 പേർ ഇപ്പോൾ എയറിൽ തന്നെയാണ്. ഈ ഫാമിലി, അതായത് ഇവരെ ചവിട്ടത്തേക്കുക അല്ലെങ്കിൽ ഇവരുടെ ചെളിവാരി തേക്കുക. അതായത് ഈ അമ്മയാണ് കാരണക്കാരി, അമ്മ കാരണമാണ് മകൾ ഇറങ്ങിപ്പോയത്, അല്ലെങ്കിൽ മൂത്ത പെൺകുട്ടി കാരണമാണ് അനിയത്തി ഇറങ്ങിപ്പോയത് എന്നുള്ള രീതിയിലൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടാണ്. അതിൻ്റെ ഒരു കാര്യം എന്താ എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിൽ തന്നെ ഈ ഫാമിലിയെ ചേർത്ത് നിർത്തുന്ന യൂട്യൂബറിനെയൊക്കെ ഇങ്ങനെ എയറിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായ കടുത്ത വിദ്വേഷത്തിലൂടെയാണ് മറ്റുള്ളവർ ഇദ്ദേഹത്തെ കാണുന്നത് തന്നെ. കാര്യം മറ്റൊന്നുമല്ല, അച്ഛനെയും അമ്മയും ചേർത്ത് നിർത്തി. ബാക്കിയുള്ളവർ ചെയ്യുന്നതോ ഈ അച്ഛൻ്റെ അമ്മയുടെയും മുഖത്ത് ചെളിവാരി തേക്കുന്ന രീതിയിലുള്ള സൈബർ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയാണ് കാരണക്കാരി മകളെ ഇറങ്ങിപ്പോകാൻ, അല്ലെങ്കിൽ ചേച്ചിയെ കണ്ടാണ് അനിയത്തി ഇങ്ങനെ ചെയ്തു. ഇതൊന്നുമല്ല കാര്യം. ഒരിക്കലും ഒരു അച്ഛനും അമ്മയ്ക്കും ഒരമ്മയ്ക്കും പറ്റത്തില്ല ഒരു മകളെ അല്ലെങ്കിൽ ഒരു മകനെ കഷ്ടപ്പെട്ട് വളർത്തി. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ കഷ്ടപ്പെട്ട് വളർത്തി എന്ന് പറഞ്ഞാൽ അത് ചുമ്മാതെ പടവായിപ്പോ. കാരണം ലുക്കീമിയ പോലൊരു അസുഖമുള്ള കുഞ്ഞിനെ എത്രത്തോളം കെയർ ചെയ്തിട്ടായിരിക്കും, എത്രത്തോളം റിസ്ക് എടുത്തിട്ടായിരിക്കും ഈ പെൺകുട്ടിയെ ഈ ഒരു പ്രായം വരെയും എത്തിച്ചിട്ടുള്ളത്. അപ്പൊ കഷ്ടപ്പെട്ടു എന്നൊന്നും പറയാൻ പറ്റത്തില്ല. മരിച്ച് ഇവർ കുഞ്ഞിന് ജീവൻ കൊടുത്തു എന്ന് വേണം പറയാൻ. അപ്പൊ ആ ഒരു പെൺകുട്ടി ഇറങ്ങിപ്പോയ ആ ഒരു അവസ്ഥയിൽ അവരെ നിസ്സഹായരായി നിൽക്കുമ്പോൾ അവരെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുകയാണ്. പക്ഷെ ഇറങ്ങിപ്പോയ പെൺകുട്ടിക്ക് ഒരു ടൈപ്പ് ഓഫ് സപ്പോർട്ട് അവിടെ കിട്ടുന്നുണ്ട്. ഈ അച്ഛനും അമ്മയും കുറ്റം പറയുമ്പോൾ ഈ തെറ്റ് ചെയ്ത പെൺകുട്ടിക്ക് ഒരു വല്ലാത്തൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട് സമൂഹത്തിന്റെ ഭാഗത്തു നിന്നും. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടി നന്ദന അനിൽകുമാർ എന്ന് പറയുന്ന ആ ഒരു ചാനലിൽ ഈ പെൺകുട്ടി അവളുടേതായിട്ടുള്ള എക്സ്പ്ലനേഷൻ പറയുകയുണ്ടായി. സത്യം പറഞ്ഞാൽ എനിക്ക് അത്ഭുതം വന്നുപോയി. ഈ ജനറേഷനിൽ ഇങ്ങനെ അന്ധമായി ജീവിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. കാരണം അവളൊരു മായാലോകത്താണ്. ഈ ഏതോ ഒരു സീരിയൽ ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്കോ അല്ലെങ്കിൽ ഒരു സിനിമയിലുള്ള കഥാപാത്രത്തെയോ അവളിങ്ങനെ ആവാഹിച്ചുകൊണ്ട് ജീവിക്കുന്നത് പോലെ. കാരണം റിയലിസ്റ്റിക് ആയിട്ട് ഒരു മനുഷ്യന്, ഒരു പെൺകുട്ടിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? കാരണം ചെറിയ കുട്ടിയൊന്നുമല്ലോ, 10-18 വയസ്സൊക്കെ ഉണ്ടാവും. അപ്പം സാമാന്യ ബോധം എന്നൊരു സംഭവം അവൾക്ക് ഉണ്ടായിരിക്കണം അല്ലേ? അതുപോലും ഇല്ലാതെ ഒരു മായാലോകത്ത് എന്ന പോലെ ഒരു 80കളിലൊക്കെ ഇറങ്ങിയ സിനിമയിൽ ന്യൂ കപ്പിൾസ് ഇരുന്ന് സംസാരിക്കുന്നത് പോലെ അവളുടെ ആ വീഡിയോ കാണുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. സ്വന്തമായിട്ട് യാതൊരു കാര്യങ്ങളും, അതായത് എന്തു പറഞ്ഞിട്ടും അവള് അല്ലേ ഏട്ടാ എന്ന് പറഞ്ഞ് പുള്ളിയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. അതായത് കംപ്ലീറ്റ്ലി ആ ഒരു പയ്യനെ ഡിപ്പെൻഡ് ചെയ്ത്. അങ്ങനെ ആയിരിക്കണം, ഭാര്യ ഭർത്താക്കന്മാരൊക്കെ അങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നവരുണ്ട്. എങ്കിലും ചില കാര്യങ്ങളിലെങ്കിലും ആരോ പറയുന്നത് കേട്ട് പെൺകുട്ടി വന്ന് പറയുന്നതോ അല്ലെങ്കിൽ കുറച്ച് നാളത്തെ ഒരു അധീനതയ്ക്കുള്ളിൽ പെട്ടുപോയ, അതായത് ഒരു പാതി മയക്കത്തിൽ വന്നിരുന്ന് സംസാരിക്കുന്ന പോലെ എന്തിന്റെ അവസാനം അല്ലേ ഏട്ടാ നമ്മൾ ജീവിക്കും അല്ലേ ഏട്ടാ. എനിക്ക് ഭയങ്കര അത്ഭുതം വന്നു. ഞാൻ റിപ്പീറ്റ് ചെയ്ത് ആ വീഡിയോ കാണുകയുണ്ടായി. കാരണം ഇങ്ങനെയും മായാലോകത്ത് ജീവിക്കുന്ന പെൺകുട്ടികൾ ഈ 2025 ഞാൻ ആലോചിച്ചു പോയി. കാരണം സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും ന്യൂസ് ചാനൽസിലൂടെ ആണെങ്കിലും ഒരുപാട് വാർത്തകളൊക്കെ, അതൊക്കെ നമ്മുടെ അനുഭവങ്ങളാണ് കേട്ടോ. മറ്റുള്ളവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അബദ്ധങ്ങൾ അത് നമ്മൾ വാർത്തകളായി കാണുമ്പോൾ അതൊരു ന്യൂസായി അല്ലെങ്കിൽ ഒരു വാർത്തയായി മാത്രം കേട്ട് നിങ്ങൾ വിട്ടേക്കരുത്. അതൊക്കെ ഒരു അനുഭവമാണ്. അപ്പൊ എന്ന് വെച്ച് നമ്മളെല്ലാവരും ഇതൊക്കെ ഇങ്ങനെ എപ്പോഴും ന്യൂസ് ചാനൽ കണ്ട് പെർഫെക്റ്റ് ആയിരിക്കണം എന്നൊന്നുമില്ല. അതായത് നമ്മളെ ബോധിപ്പിച്ചു തരാൻ അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ തെളിവുകളായിട്ട് ദൈവം ഒരുപാട് കാര്യങ്ങൾ മുന്നിൽ കൊണ്ട് ഇടുമ്പോഴെങ്കിലും
നമ്മളൊരു 100% ആ മുന്നിൽ നിൽക്കുന്ന വ്യക്തി നിങ്ങൾ സംശയിക്കേണ്ട. ഒരു 50% എങ്കിലും നിങ്ങളൊരു സംശയത്തിന്റെ മുൾമുനയിൽ തന്നെ വീക്ഷിച്ച് വേണം തീരുമാനങ്ങൾ എടുക്കാൻ എന്നുള്ള കാര്യം ഈ പെൺകുട്ടി മറന്നുപോയെന്ന് ഞാൻ ആലോചിക്കുകയാണ്. അവളുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം കംപ്ലീറ്റ്ലി, അതായത് ഏതോ കുട്ടിക്കഥകളിലൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, മന്ത്രവാദിയുടെ ആ ഒരു മായാവലയത്തിൽ പെട്ടുപോയൊരു രാജകുമാരി, ആ ഒരു അവസ്ഥയാണ് ഈ പെൺകുട്ടിക്ക് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം അത്രമേൽ അന്ധമായിട്ടാണ് ചില കാര്യങ്ങൾ പറയുന്നത്. ഏതോ സിനിമയിൽ നായകന് അടിമയായി പോയ ഒരു നായിക ഇരുന്ന് സംസാരിക്കുന്ന പോലുള്ള ഡ്രമാറ്റിക്കൽ ഡയലോഗ്സ് ഒക്കെയാണ് ഈ പെൺകുട്ടി ആ വീഡിയോയിൽ പറയുന്നത്. കുറച്ചുകൂടെ നമ്മളിങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് ഒരു പ്ലാൻസോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമ്മൾ ജീവിക്കുമല്ലേ, അതായത് അവൾക്ക് അതിൽ പോലും ഒരു ഉറപ്പില്ല. ഒരു അന്ധമായ ചില വാക്കുകൾ, അന്ധമായ തീരുമാനങ്ങളിൽ നിന്ന് ഉടലെടുത്ത ബാലിശമായ കുറച്ച് വാക്കുകളായിട്ട് ആ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഒരു ബന്ധത്തെയും അങ്ങനെ ഒരു തെറ്റ് ചെയ്ത പെൺകുട്ടിയെയും സപ്പോർട്ട് ചെയ്തിട്ട് അതിൻ്റെ മാതാപിതാക്കളെ ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തുക എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഒരു മാതാപിതാക്കളും സ്വന്തം മകളെ, എസ്പെഷ്യലി അവൾ അവരുടെ ഇഷ്ടമില്ലാതെ ഇറങ്ങിപ്പോയി, അതൊരു മറ്റൊരു കുടുംബജീവിതത്തിലേക്കാണല്ലേ, അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും, ഒരു പെൺകുട്ടികളെ കുറിച്ചും അനാവശ്യ കാര്യങ്ങൾ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അതായത് ഈ അമ്മ പറയുന്നുണ്ട്, അവൾ എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോൾ അവർ തമ്മിൽ അവരുടെ സീക്രട്ട് ആയിട്ടുള്ള കുറച്ച് മൊമെന്റ്സ് ഒക്കെ ഷെയർ ചെയ്തു എന്നുള്ള രീതിയിൽ ഒരമ്മമാരും അങ്ങനെയുള്ള കാര്യങ്ങൾ കള്ളമായിട്ട് പറയില്ല. ഇങ്ങനെ പറയുന്നവരൊക്കെ ഒന്ന് ചിന്തിക്കണം. ഒരു അമ്മയുടെ മനസ്സ് എന്ന് പറയുന്നത് വേദനിക്കുന്ന സമയത്ത് അങ്ങേയറ്റം വേദനിച്ച് തന്നെയായിരിക്കും തൻ്റെ മക്കളെ ഓർത്ത്. ആ സമയത്ത് എഴുന്നേറ്റിരുന്ന് ഒരു മകളെ കുറിച്ച് അപവാദം പറയുക എന്ന് പറഞ്ഞാൽ, അങ്ങനെയുള്ള അമ്മമാരൊക്കെ ഉണ്ടോ ഈ ലോകത്ത്? അത്രയും വിൽ പവർ ഉള്ള ഒരു സ്ത്രീ ആണെങ്കിൽ അങ്ങനെ തളർന്നു പോകത്തില്ല. അതാണ് അവരുടെ നിസ്സഹായാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം എന്ന് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ പറഞ്ഞത്. പിന്നെ പൊന്നൂസ് വ്ലോഗിൽ പൊന്നുവിൻ്റെ, അതായത് ഈ നന്ദനയുടെ മൂത്ത സിസ്റ്ററിൻ്റെ ഒരു വീഡിയോ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു, അവരുടെ എക്സ്പ്ലനേഷൻ വീഡിയോ. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, പൊന്നുമായിരുന്നു ശരിയെന്ന്. അതായത് ഈ ഒരു കാര്യത്തിൽ വളരെ പക്വതയോടു കൂടിയാണ് അവൾ കാര്യങ്ങൾ സംസാരിക്കുന്നത്, വളരെ പക്വതയോടു കൂടിയാണ് അവൾ കാര്യങ്ങളെ എടുക്കുന്നത്. ഓരോ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണ ആ പെൺകുട്ടിക്കുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് അവളെ കട്ട സപ്പോർട്ടുമായി നിൽക്കുന്ന അവളുടെ ഹസ്ബൻഡ്, അതായത് ഒരു എന്നാ പറയുന്നേ, ഭയങ്കര ശക്തമായൊരു പില്ലർ പോലെ അവളുടെ ഹസ്ബൻഡ് അത്രമാത്രം പക്വതയോടുകൂടി അവൾ കാര്യങ്ങളെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നു. ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, 3 വർഷം മുന്നേ ഈ പൊന്നു അവളുടെ ഇഷ്ടപ്രകാരം ഈ ഒരു വിവാഹം ചെയ്തപ്പോൾ ഒരുപാട് പേർ ഇവളെ കളിയാക്കലുകൾ, പരിഹാസങ്ങൾ, പല തരത്തിലുള്ള വീഡിയോസ് ഒക്കെ ഇവൾക്കെതിരെ വരികയുണ്ടായി. പക്ഷേ ഇന്ന് അവളുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. പക്വതയോടെയുള്ള തീരുമാനങ്ങളാണ് അവൾ പലപ്പോഴും എടുത്തിട്ടുള്ളത്. അത്ര പക്വതയോടുകൂടിയാണ് അവൾ ജീവിതത്തെ കാണുന്നത്. എനിക്ക് തോന്നുന്നു മൂത്ത പെൺകുട്ടി എന്നുള്ള നിലയിൽ അവൾക്ക് ഒരു പക്വത ഉണ്ടായിരിക്കാം. അങ്ങനെ ഉണ്ടാവൂ എങ്കിൽ അവളുടെ സംസാരം കേട്ടപ്പോൾ എനിക്ക് അങ്ങനെയാ തോന്നിയത്. പല കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണകളുണ്ട്. സത്യം പറഞ്ഞാൽ അവളുടെ ഭാഗത്ത് അവൾക്ക് ഉണ്ടായിരുന്ന ഒരു ബാഡ് ഇമേജ് അവളുടെ ആ ഒരു ഒറ്റ വീഡിയോയിൽ കൂടെ മാറി എന്ന് വേണം പറയാൻ. കാരണം ആ ഒരു സമയത്ത് പോലും അവൾക്ക് അവളുടേതായിട്ടുള്ള ഡിസിഷൻസ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആ പെൺകുട്ടിയോട് എനിക്ക് റെസ്പെക്ട് തോന്നി. അപ്പോൾ ഈ തകർന്നിരിക്കുന്ന ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുന്നവരെ എയറിൽ കയറ്റാൻ നിൽക്കാതെ തെറ്റ് ചെയ്ത ആൾക്ക് ഒന്നുകിൽ മനസ്സിലാക്കി കൊടുക്കുക. പല വീഡിയോസ് എങ്കിലും കാണുമ്പോൾ എനിക്കറിയില്ല കേട്ടോ, മനസ്സിലാകുമെന്ന് പോലും അറിയത്തില്ല. എങ്കിലും ഈ തെറ്റ് ചെയ്ത പെൺകുട്ടിക്ക് ഈ അച്ഛനെയും അമ്മയും ഇങ്ങനെ സൈബർ ബുള്ളിങ് ചെയ്യുന്നത് കാണുമ്പോൾ അവളുടെ മനസ്സിൽ ഒരു കാര്യം ഇങ്ങനെ അങ്ങ് ഉറയ്ക്കും. അതായത് അവൾ ചെയ്തത് ശരിയാണ്, അച്ഛനും അമ്മയുമാണ് തെറ്റ് എന്നുള്ളത്. അങ്ങനൊരു സാഹചര്യം കഴിയുന്നതും ഒഴിവാക്കുക. ഇനി ഈ പെൺകുട്ടിയോട് പറയാനുള്ളത്, നന്ദന എന്ന് പറയുന്ന പെൺകുട്ടിയോട് പറയാനുള്ളത്, അവൾ ചെയ്തത് തെറ്റ് തന്നെയാണ്. കാരണം മാതാപിതാക്കളോ സഹോദരിയോ ഒന്നും ഒരിക്കലും അനാവശ്യമായ കള്ളങ്ങൾ പറയണമെന്നില്ല. അപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണ്. അത് വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു അപകടത്തിലാണോ ചെന്ന് പെട്ടിരിക്കുന്നത് എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ടോക്സിക് റിലേഷൻഷിപ്പിലാണ് ഈ പെൺകുട്ടി പോകുന്നതെങ്കിൽ നമുക്കറിയില്ല ടോക്സിക് ആണോ അല്ലയോ എന്നൊന്നും. ടോക്സിക് റിലേഷൻഷിപ്പിലാണ് ഈ പെൺകുട്ടി പെട്ടു പോകുന്നതെങ്കിൽ ആ പെൺകുട്ടിക്ക് അത് തിരിച്ചറിഞ്ഞാൽ പോലും അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് വരാനോ അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാനോ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്രയേറെ ന്യൂസായി വാർത്താവിശേഷണങ്ങളൊക്കെ ഈ ഒരു സംഭവത്തിൽ കിട്ടിയത് കൊണ്ട് ഈ പെൺകുട്ടിക്ക് ഇൻ ഫ്യൂച്ചറിൽ ഇനി എന്തെങ്കിലും വേദനകൾ ഉണ്ടായാൽ തന്നെ ഇവളത് പുറത്ത് പറയാൻ മടിച്ച് ഉള്ളിൽ തന്നെ വെച്ചിരുന്ന് മറ്റ് ചിന്തകളിലേക്കൊന്നും പോകാതെ
എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നിന്റെ മാതാപിതാക്കളെ തന്നെ വിളിക്കുക, അവരെന്നും നിനക്ക് സപ്പോർട്ടായി ഉണ്ടാകും എന്നുള്ളൊരു ചിന്ത ഈ പെൺകുട്ടിയെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം മിക്ക പെൺകുട്ടികൾക്ക് സംഭവിക്കുന്നതാണ്, ഒറ്റയ്ക്ക് ഒരു എടുത്തുചാട്ടത്തിന്റെ പേരിൽ തീരുമാനമെടുക്കുക, പിന്നീട് പുതിയൊരു ജീവിതത്തിലേക്ക് കടന്ന് 1-2 മാസങ്ങൾ കഴിയുമ്പോൾ ടോക്സിക് റിലേഷൻ ആണെന്ന് മനസ്സിലാവും, പക്ഷെ അതിൽ നിന്ന് പുറത്തു കടക്കാത്ത അവസ്ഥ. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടെടുത്ത തീരുമാനമാണ്, മാതാപിതാക്കളുടെ മുന്നിലേക്ക് ചെല്ലാൻ പറ്റില്ല, അവരും കൈവിടുമോ എന്നുള്ള പേടി, അവരുടെ മുന്നിൽ എന്ത് ചെയ്യും? കാരണം ഇറങ്ങി വന്ന സമയത്ത് അഹങ്കാരമൊക്കെ കാണിച്ച് ധീര വർത്തമാനങ്ങളൊക്കെ പറഞ്ഞാണല്ലോ, രാജാവിനെ പോലെയായിരുന്നല്ലോ സംസാരം. അപ്പം വീണ്ടും നാണം കെട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒരു അഭിമാനക്ഷതം എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാകും. അങ്ങനെയാണ് പല വാർത്തകളും ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെയുള്ള രീതിയിലൊന്നും ഈ പെൺകുട്ടി ഒരിക്കലും ചിന്തിക്കരുത്. നിനക്ക് എപ്പോഴും തുണയായി നിന്റെ മാതാപിതാക്കൾ തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ആ മാതാപിതാക്കൾ അങ്ങനെയാണ്, അവർ ദേഷ്യത്തിന് എന്തെങ്കിലും പറഞ്ഞാലും പിന്നീട് ചേർത്ത് നിർത്തുന്നവർ തന്നെയാണ്. ചെയ്തത് തെറ്റാണെന്ന് എന്നെങ്കിലും തിരിച്ചറിയുന്ന നിമിഷത്തിൽ നീ നിന്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് തന്നെ ചെല്ലും എന്നുള്ളൊരു പ്രതീക്ഷ, ഇതെൻ്റെ ഒരു ചിന്തയാണ് കേട്ടോ. മാതാപിതാക്കൾ എന്ത് തീരുമാനിച്ചു എന്നൊന്നും നമുക്കറിയില്ല. കാരണം ഒരുപാട് വാർത്തകൾ നമ്മുടെ ചുറ്റും കേൾക്കാറുണ്ട്. വിവാഹബന്ധത്തിൽ തോറ്റുപോയ പെൺകുട്ടികൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു ഭയം. അപ്പോൾ കാരണം വളരെ കഷ്ടപ്പെട്ടാണ് ഇവളെ മരണത്തിൽ നിന്നും പിടിച്ചു കയറ്റി ജീവിതത്തിലേക്ക് മാതാപിതാക്കൾ കൊണ്ടുവന്നത്. വീണ്ടും ആ ഒരു പടുകുഴിയിലേക്ക് ചെന്ന് വീഴരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയോട് കൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.